ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻ്റർവ്യൂ ബിറ്റിലത്തെ ഒരു ഈസി ടാഗ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇവാലുവേറ്റ് ദ എക്സ്പ്രഷൻ എന്നാണ് ഇതിൻ്റെ പേര്. സോ ഇത് സ്റ്റാക്സ് ആൻഡ് ക്യൂ എന്ന് പറയുന്ന കാറ്റഗറീൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓക്കെ സോ ദ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻപുട്ട് തരും, 2 1 + 3 സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻപുട്ട് തരും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഏതാണോ നമുക്ക് കിട്ടുന്ന ആ വാല്യൂ മാത്രം റിട്ടേൺ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിൻ്റെ അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് റിവേഴ്സ് പോളിഷ് നോഷൻ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ട ടെക്നിക്ക് എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോൾ ഒരു ഓപ്പറേറ്റർ വന്നാലും, അതായത് നമ്മൾ ഇവിടെ ഇത് ട്രാവേഴ്സ് ചെയ്യൂലേ, ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ട്രാവേഴ്സ് ചെയ്യണം. അപ്പോൾ ബാക്കിൽ നിന്ന് ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയായാലും അത് നിങ്ങളെ അപ്രോച്ച് പോലെ ഇരിക്കും. അപ്പോൾ സ്റ്റാറാണ് വരുന്നതെങ്കിൽ നമുക്ക് 2 ബ്രാക്കറ്റ് അപ്പുറത്തും ഇപ്പുറത്തും തുറക്കണം. ഓക്കെ, ഇനി അടുത്ത ഒരു വാല്യൂ വരുന്ന സമയത്ത്, ഓക്കെ, അത് കഴിഞ്ഞിട്ട് 3 ആണ് വരുന്നത്. 3 വരുന്ന സമയത്ത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വേണം ഫില്ല് ചെയ്യാൻ. ഓക്കെ, അതായത് 3 ഇവിടെ ഫില്ല് ചെയ്തു. അടുത്തത് നമുക്ക് വരുന്നത് 3 കഴിഞ്ഞിട്ട് പ്ലസ് ആവുന്നത്. ആ പ്ലസ് ഞാൻ എന്ത് ചെയ്തു, പ്ലസ് അതായത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്പറേറ്റർ വരുന്ന സമയത്ത് ഈ ഒരു പാറ്റേണാണ് ഫോളോ ചെയ്യേണ്ടത്. ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തു. ഓക്കെ, ഇത് ഈ ഒരു ജസ്റ്റ് എക്സ്പ്ലനേഷന് വേണ്ടി ബ്രാക്കറ്റ്സ് കൊടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് അൾട്ടിമേറ്റ്ലി ലാസ്റ്റ് കിട്ടേണ്ടത് ഈ ഒരു ആൻസറാണ് 9. അതായത് ലാസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് കിട്ടേണ്ട ഒരു ആൻസറാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൻ്റെ ഒരു അപ്രോച്ചിന് പോയി കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. ഓക്കെ, ഇത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം, എടുക്കണം, കുറേ പണിയാണ്. 2 സ്റ്റാക്കെല്ലാം വേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇതാണ്, ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇനീഷ്യലി ഞാനൊരു സ്റ്റാക്ക് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് അതായത് നമുക്ക് ഇവിടെ ഒരു അറേ തരുമല്ലോ, അറേയിൽ ഒരു ലൂപ്പ് ഇട്ടു. എന്നിട്ട് ആ ലൂപ്പിൽ ഞാൻ ചെക്ക് ചെയ്തു ഈ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് ഏതെങ്കിലും ഓപ്പറേറ്റർ ആണോ. ഈ 4 ഓപ്പറേറ്റർ മാത്രമേ നമുക്ക് സ്പെസിഫൈ ചെയ്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ 4 ഓപ്പറേറ്റർ ഏതെങ്കിലും ഒന്നാണോ എന്ന് നോക്കുക. ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഉള്ള കാര്യം ആദ്യം പറയാം. ഇതല്ലെങ്കിൽ അല്ലാത്ത സമയത്തെല്ലാം എന്തായിരിക്കും, നമ്പർ ആയിരിക്കുമല്ലോ. ആ നമ്പർ സ്ട്രിങ്ങിലാണെന്ന് വരില്ല. ആ സ്ട്രിങ്ങിനെ ഞാൻ ഇൻഡിലേക്ക് മാറ്റി ആ സ്റ്റാക്കിലേക്ക് ഞാൻ പുഷ് ചെയ്ത് വെക്കും. ഓക്കെ, ഇത് ബാക്ക് എന്നല്ല ഞാൻ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അതായത് 2 1 + 3 സ്റ്റാർ എന്നുള്ള ഇതിൽ തന്നെ ഞാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ആദ്യം 2 വരും. 2 വരുന്ന സമയത്ത് ഞാൻ 2ൻ്റെ ഒറിജിനൽ വാല്യൂ ഞാൻ ആ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, 1 വന്നു, 1 ഞാൻ പുഷ് ചെയ്തു. ഓക്കെ, അതിന് അടുത്തത് വരുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു ഓപ്പറേറ്റർ ആയിരിക്കും. ആ ഓപ്പറേറ്റർ എന്ത് ചെയ്യും, ഈ ഇഫിൻ്റെ ഉള്ളിൽ കയറും. മാച്ച് ചെയ്തു, പ്ലസ് ആണെന്ന് കണ്ടു. അപ്പോൾ കണ്ട സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ 2 സാധനം ഞാൻ 2 വേരിയബിളിലേക്ക് പോപ്പ് ചെയ്തെടുക്കും, V1 ഉം V2. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യും, പ്ലസ് ആകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് രണ്ടും ഇപ്പോൾ പോപ്പ് ചെയ്ത 2 വാല്യൂ, അതായത് ഈ V1 ഉം ഈ V2 ഉം അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഞാൻ സ്റ്റാക്ക് 1ലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ സ്റ്റാക്ക് 1ൽ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കുന്നതാണെങ്കിൽ 2 + 1 എത്രയാണ്, 3. അപ്പോൾ ഈ സ്റ്റാക്കിൽ ഇപ്പോൾ ഒരു 3 എന്ന് പറഞ്ഞൊരു വാല്യൂ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്ര വരെ ഇത് ഇപ്പോൾ ക്ലിയർ ആയി. ഇവിടെ 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അടുത്തത് 3 വന്നു. ഓക്കെ, 3 വന്ന സമയത്ത് എന്ത് ചെയ്തു, ആ 3 ഞാൻ പിന്നെയും നമ്മളെ ഈ സ്റ്റാക്കിൻ്റെ ഈ സാധനത്തിൽ പറക്കിയിട്ടു. അതായത് 3 സ്റ്റാക്കിൽ കയറി. ഇപ്പോൾ നമ്മളെ സ്റ്റാക്കിൽ 3 ഉണ്ട്, വേറൊരു 3 ഉണ്ട്. ഓക്കെ, അടുത്തത് സ്റ്റാർ വന്നു. സ്റ്റാർ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ 3യും നേരത്തെ പ്രീവിയസ്ലി ഉണ്ടായ 3യും പോപ്പ് ചെയ്തു. അത് രണ്ടും എന്ത് ചെയ്തു, ഇൻഡു ചെയ്തു. ഓക്കെ, ഇൻഡു ചെയ്തിട്ട് ഞാൻ പിന്നെയും എന്ത് ചെയ്തു, ഇൻഡു ചെയ്തിട്ട് അത് പുഷ് ചെയ്തു. ഓക്കെ, ഇവിടെ സ്റ്റാറിൻ്റെ ഓപ്പറേഷൻ ഞാൻ പെർഫോം ചെയ്തു, അത് പുഷ് ചെയ്തു. ഇനി ആ പുഷ് ചെയ്ത സാധനം നമുക്ക് ലാസ്റ്റ് കിട്ടൂലേ, അതായത് ഈ ലൂപ്പ് നമുക്ക് കഴിയുന്ന സമയത്ത് നമ്മൾ ഈ ലൂപ്പിൻ്റെ പുറത്തേക്ക് ഇറങ്ങും. ആ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ലാസ്റ്റ് ആ സ്റ്റാക്കിൽ ഒറ്റൊരു സിംഗിൾ വാല്യൂ മാത്രമേ ബാക്കിയുണ്ടാവും. അതാണ് നമ്മൾ ഇത്, അതായത് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ, അതായത് 9. ആ 9 മാത്രമേ ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് കിട്ടുന്ന സാധനം ഞാൻ പോപ്പ് ചെയ്തു, അത് റിട്ടേൺ ചെയ്തു. അതായിരിക്കും നമ്മളെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇതിവിടെ ഇപ്പോൾ എല്ലാ ടെസ്റ്റ് കേസും പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.